യേശുവിൻ്റെ ആ പീഡാനുഭവത്തിലെ ഓരോ രംഗവും യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സഹനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും വേദനകളുടെയും എല്ലാം ഒരു പ്രതിഫലനം കൂടെയാണ്. അവൻ്റെ മുറിവ്, അവൻ്റെ സഹനം നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു. അവൻ്റെ സഹനം നമുക്ക് ആശ്വാസമായി മാറും. ആ കുരിശുണ്ടല്ലോ, ആ കുരിശിനെ നോക്കി എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും. കണ്ണൂർക്കാർക്ക് ഏറെ സുപരിചിതയായ ഒരു ദേവുയേച്ചിയുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവർ ഹൈന്ദവ സമുദായത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ദേവുയേച്ചി യഥാർത്ഥത്തിൽ ഒരു ലോട്ടറി വിൽപ്പനക്കാരിയാണ്. പക്ഷേ ലോട്ടറി വിറ്റ് കിട്ടുന്ന ആ തുച്ഛമായ ലാഭം കൊണ്ട് അവർ വർഷങ്ങളായി ചെയ്തിരുന്നത് ഇതാണ്: ഈ കണ്ണൂർ പ്രദേശത്തുള്ള അവരുടെ പരിചയക്കാരെ ഓരോരുത്തരെയുമായി അവർ പോട്ടയിൽ ധ്യാനത്തിനു വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ അവരെയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളർത്തുവാൻ സഹായിക്കും. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന ആ ചെറിയ ലാഭം കൊണ്ട് ഇവിടെ സ്നേഹാലയത്തിലും ഹോളി മൗണ്ട് എന്ന് പറയുന്ന മാനസിക രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലുമൊക്കെ അവർ ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കും. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് അവർ സ്പെഷ്യൽ പായസം വാങ്ങിച്ച് ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ദേവുയേച്ചി ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ വളരെ ഹൃദയസ്പർശിയായ വിധത്തിൽ അവർ പറഞ്ഞു, ഞാൻ കണ്ണൂരുള്ള ബർണശ്ശേരി കത്തീഡ്രലിലെ കുരിശിൻ്റെ വഴിക്ക് എപ്പോഴും പോകും. ആ കുരിശിൻ്റെ വഴിയിലുള്ള ഓരോ സ്ഥലവും ചെല്ലുമ്പോൾ അവിടെയുള്ള മനോഹരമായ ആ പ്രതിമകളുണ്ട്. അതിൽ നോക്കി ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ കണ്ണു നിറയാറുണ്ട്, ഉള്ളം തേങ്ങാറുണ്ട് എന്ന് ദേവുയേച്ചി പറഞ്ഞു. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പീഡാസഹനവും ആ കാൽവരിയിലെ കുരിശിലേക്കുള്ള സഹനയാത്രയും ആ കുരിശിലെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചതും എത്രയോ ഹൃദയാഹാരിയായ ചിന്തോദ്ദീപകമായ ഒരു ധ്യാനമാണ്. കാരണം യേശുവിൻ്റെ ആ പീഡാനുഭവത്തിലെ ഓരോ രംഗവും യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സഹനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും വേദനകളുടെയും എല്ലാം ഒരു പ്രതിഫലനം കൂടെയാണ്. അവിടെ നാം കാണുക നമ്മുടെ ജീവിതത്തിലെ പരിത്യക്താവസ്ഥയും പലവിധത്തിലുള്ള സഹനങ്ങളും യേശുവിൻ്റെ ജീവിതത്തിലും ആ സഹനയാത്രയിലും കാണാനാകുന്നു. പലപ്പോഴും നാമും ഇങ്ങനെ സഹനത്തിൻ്റെ നെരിപ്പോടിൻ്റെ അനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ കാൽവരിയിലെ കുരിശും ആ കുരിശിലേക്കുള്ള യേശുവിൻ്റെ പീഡാസഹന യാത്രയുമെല്ലാം ആശ്വാസമാകുന്നു. ആ 14 സ്ഥലങ്ങളിൽ ഒന്ന് പരിശുദ്ധ അമ്മ ആ മകനെ ഇങ്ങനെ സ്നേഹത്തോടെ സഹതാപത്തോടുകൂടെ നോക്കുന്ന ആ രംഗമല്ലേ. ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മ സാന്നിധ്യം എന്തു വലിയ അനുഗ്രഹമാണ്. കുരിശിൻ്റെ യാത്രയിൽ യഥാർത്ഥത്തിൽ നാം ചിന്തിക്കുന്നത് ഇതാണ്. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇസ്യാസ് ദീർഘദർശി യേശുവിൻ്റെ ഈ സഹനയാത്രയ്ക്ക് 7.5 നൂറ്റാണ്ട് മുൻപ് പ്രവചിച്ചത് അതാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യവും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഈ സഹനങ്ങളുടെ വ്യാഖ്യാനം തന്നെയല്ലേ. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്ന ഇതാണ്: നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അവൻ്റെ മുറിവിനാൽ
നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആ കുരിശിലേക്ക് നാം ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ മുറിവ്, അവൻ്റെ സഹനം നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു. അവൻ്റെ സഹനം നമുക്ക് ആശ്വാസമായി മാറുന്നു. യേശുവിൻ്റെ ആ കുരിശ് യഥാർത്ഥത്തിൽ ഒരു ദണ്ഡനോപകരണം മാത്രമായിരുന്നു ചരിത്രത്തിൽ. പക്ഷേ യേശു ആ കുരിശിൽ മരിച്ചതോടുകൂടെ നമുക്ക് രക്ഷയുടെ, ആശ്വാസത്തിൻ്റെ, നമ്മുടെ സഹനത്തിൻ്റെ, നൊമ്പരങ്ങളുടെ വേളകളിൽ ആ കുരിശിലേക്ക് നാം ഇങ്ങനെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ആ കുരിശിൽ നിന്ന് നമുക്ക് ആശ്വാസവും കരുത്തും കൃപയും ലഭ്യമാകുന്നു. ഞാൻ ഈയിടെ ഒരു പുസ്തകത്തിൽ വിൻസെൻ്റ് വാരിയത്തച്ഛൻ എഴുതിയ ചില്ലുവാതിൽ എന്ന ആ പുസ്തകത്തിൽ ഒരു അനുഭവം ശ്രദ്ധിച്ചു. ഒരു യുവാവാണ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഇങ്ങനെ ശരീരം തളർന്നു കിടക്കുകയാണ്. ആ യുവാവിനെ കാണാൻ ഒരു സുഹൃത്ത് വന്നപ്പോൾ, അവനെ കണ്ടപ്പോൾ, കാരണം അവനിങ്ങനെ കിടപ്പ് രോഗിയായി മാസങ്ങളായി കിടക്കുന്നു, അവനോട് ചോദിച്ചു, നിനക്കെങ്ങനെ ഈ സഹനം എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുന്നു? അപ്പോൾ ഈ സുഹൃത്തിനോട് ഈ യുവാവ് നൽകിയ മറുപടി ഇതാണ്: ആ കുരിശുണ്ടല്ലോ, ആ കുരിശിനെ നോക്കി എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ കാൽവരിയിലെ കുരിശിലേക്ക് നാം ഇങ്ങനെ ധ്യാനാത്മകമായി കണ്ണുകളുയർത്തുമ്പോൾ ആ കുരിശിൽ നിന്നുള്ള കരുണാകടാക്ഷം നമുക്ക് കരുത്തു പകരുന്നു. കുരിശിലെ അവസാനത്തെ വാക്യം ഇതായിരുന്നല്ലോ: എല്ലാം പൂർത്തിയായി. തെത്തലസ്തായി എന്ന ആ ഗ്രീക്ക് വാക്കും നമ്മെ ഓർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പരാജയത്തിൻ്റെ പാഠമല്ല, പ്രത്യുത വിജയഭേരിയോടുകൂടെ വിജയശ്രീ ലാളിതനായി താൻ എന്ത് ദൗത്യത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു ആ ദൗത്യം പൂർത്തീകരിച്ചതിൻ്റെ ആ ആഹ്ലാദ പ്രകടനത്തിൻ്റെ അനുഭവമാണ്. എല്ലാം പൂർത്തിയായി. ആ കാൽവരിയിലെ കുരിശിൽ നിന്നുള്ള വാക്കുകൾ നമ്മെ ഓർപ്പിക്കുക, നമ്മുടെയും ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ, നൊമ്പരങ്ങളുടെ, വേദനകളുടെ നിമിഷങ്ങളിൽ ആ കുരിശിൽ നിന്നും ഒരു വിജയത്തിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ്. 51 വയസ്സ് മാത്രം പ്രായമുള്ള വത്സ എന്ന ഒരു സ്ത്രീ അസ്ഥികളുടെ ക്യാൻസർ ബാധിച്ച് അതിൻ്റെ ഫൈനൽ സ്റ്റേജായി. വർഷങ്ങൾ നീണ്ട പല മരുന്നുകൾ അവൾക്ക് സ്വീകരിക്കുമ്പോഴും അവളുടെ സഹനങ്ങളുടെ, ആ നൊമ്പരങ്ങളുടെ അവസരങ്ങളിൽ എല്ലാം അവരെ തളർത്തിക്കളയും. അവളുടെ മകൻ ജീസസ് യൂത്തിലെ ഒരു അംഗമാണ്. ആ മകൻ അമ്മയോട് പറഞ്ഞു, മമ്മി, ഈ സഹനം എന്തിനു പാഴാക്കിക്കളയുന്നു? അത് മറ്റുള്ളവർക്കെല്ലാം വലിയ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കില്ലേ? ഈ മകൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഈ 51 വയസ്സുകാരിയായ വത്സ എന്ന അമ്മയ്ക്ക് ഒരു വ്യത്യസ്തമായി ഈ രോഗത്തെപ്പറ്റി ചിന്തിക്കുവാൻ പ്രചോദനമായി. അന്നു മുതൽ ഈ രോഗവും സഹനവുമെല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ അവൾ പരിശ്രമിച്ചു. പിന്നീട് രോഗം മൂർച്ഛിച്ചപ്പോൾ ആശുപത്രിയിൽ ICUയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന പ്രസാദാത്മകത കണ്ടു തന്നെ ആ നേഴ്സുമാർ ചോദിച്ചു, ചേച്ചിക്ക് വേദനയില്ലേ? അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, വേദനയുണ്ട്, പക്ഷേ അത് സഹിക്കാൻ എനിക്ക് യേശുവിൻ്റെ കുരിശ് എനിക്ക് കരുത്തു പകരുന്നു എന്നാണ്. അങ്ങനെ പ്രസാദാത്മകമായ ഒരു പുഞ്ചിരിയോടുകൂടിയുള്ള മുഖം എപ്പോഴും വത്സ കാത്തു സൂക്ഷിച്ചു. ICUവിലെ ആ ബെഡിൽ അവളെ കാണാനെത്തിയ ഭർത്താവിനോടും മകളോടും പറഞ്ഞ ഇതാണ്: എനിക്ക് വലിയൊരു ശാന്തത, സമാധാനം, കരുത്ത് ഈശോ പകരുന്നുണ്ട്. അതുകൊണ്ട് ഈ വേദനയൊന്നും ഒരു പ്രയാസമല്ല. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പോൾ ആ ICUവിലുള്ള നേഴ്സസിനും അവളെ പരിചരിച്ചിരുന്ന ഡോക്ടേഴ്സിനുമെല്ലാം അവളുടെ ആ വലിയ സാക്ഷ്യം പ്രചോദനമായി. അവളുടെ ആ
മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്കെല്ലാവർക്കും ഈ വത്സയുടെ ജീവിത സാക്ഷ്യം, പ്രത്യേകിച്ച് ഇങ്ങനെ കരുത്തും ആശ്വാസം കുരിശിൽ നിന്ന് ലഭിച്ച അവളുടെ ആ സാക്ഷ്യം വലിയ ഒരു മാതൃകയായി നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ കാൽവരിയിലെ ആ ക്രിസ്തുവിൻ്റെ കുരിശ് ശക്തി പകരണം. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീനാണ് പറഞ്ഞത്, ക്രോസ് ഈസ് എ പ്രോബ്ലം ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ എന്ന്. യഥാർത്ഥത്തിൽ ക്രൂശിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്കും രോഗങ്ങൾക്കും നൊമ്പരങ്ങൾക്കുമെല്ലാം ഉത്തരമാണ്, ആശ്വാസമാണ്, അനുഗ്രഹമാണ്. ദുഃഖവെള്ളിയിൽ നാം ചിന്തിക്കുന്നത് യേശുവിൻ്റെ സഹനത്തെയാണല്ലോ. പക്ഷേ അരിമത്തിയായിലെ ജോസഫിൻ്റെ ആ കബറിടത്തിൽ തീരുന്നതല്ല ക്രിസ്തുവിൻ്റെ ജീവിതം. പ്രത്യുത ഉത്ഥാനത്തിൻ്റെ ആ കൃപയിലാണ്. പ്രസിദ്ധനായ ലെബനീസ് കവി ഖാലിൽ ജിബ്രാൻ പറയുന്നതാണ്, കർത്താവെ, ഇരുട്ട് കൂടുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിലും ഇരുട്ട് കൂടുമ്പോൾ എനിക്ക് ആശ്വാസമാണ്. കാരണം കാർമേഘം ഈ മാനത്തെ കൂടുതൽ ഇരുട്ടിലാക്കുമ്പോൾ അപ്പോഴാണ് നക്ഷത്രങ്ങൾ കൂടുതൽ ശോഭയോടുകൂടി പ്രകാശിക്കുക. ജീവിതത്തിൽ നൊമ്പരങ്ങൾ, സഹനങ്ങൾ വരുമ്പോൾ ആ നക്ഷത്രങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പ്രകാശിതമാകണം. നമുക്ക് ആ കാൽവരിയിലെ കുരിശിലേക്ക് ചിന്തോദീപകമായ ആ അവസ്ഥയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. അങ്ങനെ കുരിശ് നമുക്ക് പ്രചോദനമാകട്ടെ. കാരണം അവൻ്റെ മുറിവ് നമുക്ക് സൗഖ്യമുള്ളതായിട്ട് മാറുന്നു. കുരിശിൻ്റെ കാൽവരിയിലെ സഹനയാത്രയുടെ ധ്യാനം നമുക്കങ്ങനെ അനുഗ്രഹമാകട്ടെ. കുരിശുകൾ പ്രശ്നതരമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തു നമുക്കുത്തരമാണ്. ഉത്ഥാനത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് നമ്മുടെ സഹനങ്ങളും ചേർത്ത് വയ്ക്കാം. അങ്ങനെ കാൽവരിയിലെ കുരിശിൽ നിന്ന് നമുക്ക് കൃപ കണ്ടെത്താൻ സാധിക്കാം. കരുത്തു പകരുന്ന, ആശ്വാസം പകരുന്ന ആ കുരിശിനെ നമുക്ക് ആശ്ലേഷിക്കാം. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇങ്ങനെ കുട്ടിക്കാലത്ത് ഈ കുരിശിൻ്റെ യാത്രയിൽ പങ്കുകൊണ്ടുന്ന അനുഭവമാണ്. ഇപ്പോൾ ഞാനിതെല്ലാം സംസാരിക്കുമ്പോൾ വിക്കോ ഒന്നുമില്ലാതെ എനിക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നെങ്കിൽ, പക്ഷേ എൻ്റെ ബാല്യകാലത്ത് എനിക്കൊരു വാക്യം പോലും പൂർണ്ണമായി ഉച്ചരിക്കാൻ പ്രയാസമായിരുന്നു. ഇങ്ങനെ പിന്നെ എന്നിട്ട് എന്നുള്ള വാക്യങ്ങൾ ആവർത്തിക്കും. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ വിക്ക് തുടങ്ങുമ്പോൾ അവരെന്നെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഈ കുരിശിൻ്റെ യാത്രയിലെ ധ്യാനം, സഹനങ്ങൾക്കപ്പുറം ഉള്ള ആ വിജയം എന്നെയും ജീവിതത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, എറണാകുളത്ത് അസീസി കത്തീഡ്രലിൽ എൻ്റെ അങ്കിളച്ചൻ മോൺസിഞ്ഞർ അലക്സാണ്ടർ വടക്കുന്തല കാൽവരിയിലെ ആ പീഡാസഹന യാത്രയുടെ ആഘോഷമായ നടത്തുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അച്ഛൻ ഒരു 5 മിനിറ്റ് 8 മിനിറ്റ് നീളമുള്ള ഒരു പ്രഭാഷണം നൽകും. ആ പ്രഭാഷണങ്ങൾ ഓരോന്നും അച്ഛനിങ്ങനെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഒന്നായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുള്ള ആ വെറോനിക്ക മുഖം തുവാല കൊണ്ട് യേശുവിൻ്റെ മുഖം തുടയ്ക്കുന്ന ഭാഗം, അവിടെ വെറോനിക്ക എന്നുള്ള വാക്ക് തന്നെ വേറ ഇക്കോൺ, അതായത് ട്രൂ ഐക്കൺ, യേശുവിൻ്റെ യഥാർത്ഥ തിരുമുഖഛായ അതാണ്. അങ്ങനെ യേശുവിൻ്റെ ആ തിരുമുഖത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ സഹനത്തിൻ്റെ നേർചിത്രം കടന്നു വരുന്നതോടൊപ്പം ആശ്വാസത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുരിശിൻ്റെ വഴി അങ്ങനെ നമുക്ക് അനുഗ്രഹമാണ്. കുരിശ് നമുക്ക് രക്ഷയാണ്.